ഹലോ വ്യൂവേഴ്സ്, ഇന്നൊരു ഹോം മെയ്ഡ് ക്ലേ ആണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് ഒരളവ് പാത്രം എടുക്കുക. ആ പാത്രം നിറയെ ഉപ്പെടുത്തിട്ട് അതേ പാത്രത്തിന് അതേ അളവിൽ തന്നെ ഒരു പാത്രം വെള്ളം ഒഴിക്കുക. ഉപ്പ് വെള്ളത്തിൽ നല്ലപോലെ അലിയിച്ചെടുക്കുക. ഒരുപാടൊന്നും അലിഞ്ഞ് കിട്ടൂല, കാരണം ഒരു പാത്രം വെള്ളമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതവിടെ നിൽക്കട്ടെ, ഇനി അടുത്ത പരിപാടി നോക്കാം. അടുത്ത പാത്രം എടുക്കുക. നേരത്തെ ഉപ്പ് അളന്നെടുത്ത അതേ പാത്രത്തിൽ 2 പാത്രം മൈദ എടുക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അളവ് എപ്പോഴും കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സംഗതി കൊള്ളാവും. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഉപ്പിന്റെ വെള്ളമില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കയ്യിൽ നല്ലപോലെ വെളിച്ചെണ്ണ വരട്ടി കൊടുത്തിട്ട് പരിപാടി തുടങ്ങാം. അതന്നെ, കുഴച്ചെടുക്കുക. നല്ലപോലെ അങ്ങോട്ട് കുഴക്കുക തന്നെ. ഇതന്നെയാണ് സംഭവം. വെള്ളം കൂടി പോയിട്ടുണ്ട്, സാരില്ല, അതൊക്കെ സ്വാഭാവികമാണ്. എന്നെപ്പോലെ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയല്ലാന്ന്. ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കാം. അപ്പം ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മൈദ കൂട്ടി കൊടുക്കുക, കുഴച്ചെടുക്കുക. ആവശ്യത്തിന് മൈദ കൂട്ടി കൊടുത്തിട്ട് നല്ലപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. സാധനം ശരിയാക്കണോ നോക്കണ്ടേ, കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് കൊടുക്കുക. ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ സാധനം ശരിയായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ നല്ല രസമുണ്ടായിന്. കുറച്ച് സമയം ഞാനും ഇങ്ങനെ ആക്കി നിന്നീന്. പിന്നെ ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണ പൊന്നുമക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. അടുക്കളയിൽ നിന്ന് മൈദയും വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വരുമ്പോൾ ഉമ്മച്ചിൻ്റെ സമ്മതപത്രം ഒപ്പിട്ട് കിട്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കേട്ട പോലെ നിങ്ങളും കേൾക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ അമർത്തിക്കാളി എൻ്റെ ഒരു സന്തോഷത്തിന്. ടാറ്റാ, ബൈ ബൈ.